ഹരീഷ് ഒരു ദുഷ്ടനൊന്നുമല്ല. ആയിക്കോട്ടെ, അവനെ പുണ്യാളനാക്കിക്കോ, ആക്കിക്കോ. അനുഭവം വന്നാലേ നിങ്ങളൊക്കെ പഠിക്കൂ, അല്ലാതെ എന്തു പറയാനാ. രാജു, നമ്മൾ ഇനി ശ്രീയോട് എന്തു പറയും? ഋതുവ, വിളിച്ചിട്ട് ഹരീഷ് വന്നില്ലല്ലേ? ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അല്ല, അവൻ എന്തോ ഒരു തിരക്ക്. അവൻ പിന്നെ വരും. വാ. ജഗന്നാഥന് സെയിം കണ്ടീഷൻ തന്നെ, യാതൊരു ഇംപ്രൂവ്മെന്റും ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യും ഡോക്ടർ? എന്ത് ചെയ്യാൻ നിർത്തിക്കേ? ഇനിയും മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ല അത്ഭുതങ്ങളും സംഭവിക്കണം. ഡോക്ടർ, അങ്ങനെ ഒരു അത്ഭുതം നടത്താൻ കെൽപ്പുള്ള ഒരാള് എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാ എന്നോട് മുന്നേ പറയാത്തെ? ആളെ കിട്ടാൻ വലിയ പാടാ ഡോക്ടർ. ഈ പറഞ്ഞ ആൾ ആരാ ഋതികേ? എന്റെ അമ്മാവൻ തന്നെയാ ഡോക്ടർ. എന്റെ അമ്മയുടെ വലിയച്ഛന്റെ മകൻ. അന്ന് ബോംബ് ബ്ലാസ്റ്റില് ആക്സിഡന്റ് ആയി ഇതുപോലെ കോമയിലായ എന്റെ അച്ഛനെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയത് ഈ അമ്മാവനായിരുന്നു. ഓ, ഡോക്ടർക്ക് ഓർമ്മയില്ലേ? ഓ, ഡോക്ടർ ദേവദത്തൻ. അതെ, അത് തന്നെയാ. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. മെഡിക്കൽ സയൻസിന് തന്നെ അത്ഭുതമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇന്ത്യയിലല്ലല്ലോ, കൂടുതൽ സമയം വിദേശത്തല്ലേ? അതെ ഡോക്ടർ, തപ്പി പിടിക്കണം. ഒരു ജീവന് വേണ്ടിയല്ലേ ഋതികേ? ട്രൈ ചെയ്ത് നോക്ക്, കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം. ആ രാജു, ജഗന്നാഥന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഋതികയോട് പറഞ്ഞിട്ടുണ്ട്. ആ ഡോക്ടർ ദേവദത്തൻ ഋതികയുടെ റിലേറ്റീവ് അല്ലേ? അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്ക്. ജഗന്നാഥനെ രക്ഷപ്പെടുത്താൻ അതേ ഒരു മാർഗമുള്ളൂ. എന്നാ ശരി. രാജു, അമ്മാവനെ വിളിച്ചാ കിട്ടുമോ? ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. ഒടുവില് ഡോക്ടർ ദേവദത്തൻ സാറിനെ കിട്ടി. കിട്ടിയോ? എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറോട് പറഞ്ഞു. എന്നിട്ട് ഡോക്ടറുടെ മറുപടി നിരാശയുള്ളതായിരുന്നു. ജഗന്നാഥനങ്ങള് ഒരിക്കലും എഴുന്നേക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പറയുന്ന. പിന്നെ എന്ത് ചെയ്യും രാജു? എനിക്കറിയില്ല ഋതു. എന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ജഗനങ്ങള് ജീവനോടെ തിരിച്ചു വരണം. അതെന്റെ ദൈവത്തിനും അറിയാം. ഇല്ല രാജു, അങ്കിൾ എഴുന്നേൽക്കൂ. ഞാൻ അങ്കിളിനെ എഴുന്നേൽപ്പിച്ചിരിക്കും, തീർച്ച. ഋതു, ജഗനങ്ങള് തിരിച്ചു വന്നേ പറ്റൂ. അംബികയുടെ വിളയാട്ടം അവസാനിപ്പിച്ച് വർമ്മ സാറിനെ അമ്മയെ ഒരുമിപ്പിക്കണമെങ്കിൽ അങ്കിള് സാക്ഷിയായിട്ട് വരണം. ദൈവം നന്മയും സ്നേഹമാണല്ലേ? അങ്ങനെയാണെങ്കിൽ ജഗനങ്ങളുടെ ദൈവം നമുക്ക് തിരിച്ചു തരും, ഉറപ്പ്.